കേരളം മുഴുവൻ ഉഷ്ണതരംഗത്തിൽ വെന്തുരുകുമ്പോഴും പ്രകൃതി പച്ചപ്പണിഞ്ഞ കുടവിരിച്ച് സഞ്ചാരികളെ കാത്തുരക്ഷിച്ചിരുന്ന തണുത്ത കാലാവസ്ഥയായിരുന്നു കാലങ്ങളായി മൂന്നാറിന്റെ അടയാളം. എന്നാൽ ഇന്ന് കഥ മാറുകയാണ്. ചരിത്രത്തിലൊരിക്കലും ഉണ്ടാകാത്ത വിധം മൂന്നാറിനെ കടുത്ത ചൂട് പിടികൂടിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ദക്ഷിണേന്ത്യയുടെ നെറുകയായ ആനമുടി കാവൽ നിൽക്കുന്ന ഈ മണ്ണിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ചൂട് കൂടുന്നതും അതിശക്തമായ അൾട്രാവയലറ്റ് കിരണങ്ങൾ പതിക്കുന്നതും ശരിക്കും നമ്മെ ഭയപ്പെടുത്തേണ്ട ഒന്നാണ്. ടൂറിസത്തിന്റെ മറവിൽ പ്രകൃതിക്കുമേൽ നടത്തുന്ന അനിയന്ത്രിതമായ മനുഷ്യ കൈകടത്തലുകളും കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ കടന്നുകയറ്റവും മൂന്നാറിന്റെ ആ പഴയ കുളിർമയെപ്പാടെ കവർന്നെടുത്തിരിക്കുന്നു. ഈ പ്രതിസന്ധിക്കിടയിലും കാടുകൾ നശിപ്പിക്കാതെ മൂന്നാറിന് കാവലായി നിൽക്കുന്ന ടാറ്റ ടീ എസ്റ്റേറ്റുകളിലെ വിശാലമായ തേയിലത്തോട്ടങ്ങൾ ഇന്നും ഈ മലനിരകളുടെ പച്ചപ്പ് നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. വരും തലമുറയ്ക്കായി ഈ പ്രകൃതി വിസ്മയത്തെ കാത്തുസൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ആനമുടിയിലെ ഓരോ കാറ്റും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിസ്ഥിതിയുടെ ഈ താളം തെറ്റൽ ഏറ്റവും സങ്കടകരമായ കാഴ്ചയായി മാറുന്നത് നമ്മുടെ മാട്ടുപ്പെട്ടിയിലാണ്. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട മാട്ടുപ്പെട്ടി ഡാമിന്റെ ആ നീല ജലാശയവും അതിനോട് ചേർന്നുള്ള അപൂർവ ജൈവ വൈവിധ്യവും ആനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാനെത്തുന്ന ആ മനോഹരമായ കാഴ്ചകളും ഇന്ന് കടുത്ത ഭീഷണിയിലാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം മാട്ടുപ്പെട്ടിയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് കാണുമ്പോൾ ആ വറ്റിവരളുന്നത് മൂന്നാറിന്റെ തന്നെ ജീവശ്വാസമാണോ എന്ന് നാം ഓരോരുത്തരും ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. ഈ മാറ്റങ്ങൾ കേവലം പ്രകൃതിയിലെ പ്രതിഭാസങ്ങളല്ല, മറിച്ച് നമുക്കുള്ള അവസാനത്തെ മുന്നറിയിപ്പുകൾ കൂടിയാണ്. ആനമുടിയുടെ നെറുകയിലെ ആ പഴയ തണുപ്പും മാട്ടുപ്പെട്ടിയിലെ നിറഞ്ഞൊഴുകുന്ന ജലസമൃദ്ധിയും വരും തലമുറകൾക്കും അനുഭവിക്കാനാകണമെങ്കിൽ പ്രകൃതിക്കുമേലുള്ള കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിച്ച് നാളെയുടെ മൂന്നാറിനെ ഇന്നു തന്നെ കരുതലോടെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ആ പച്ചപ്പ് നിലനിൽക്കുന്നിടത്തോളം മാത്രമേ ഈ മലനാടിനും അതിജീവനമുണ്ടാകൂ എന്ന തിരിച്ചറിവോടെ നമുക്കൊത്തുചേരാം.